ഇവിടെയും പോയി വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടു. അവർ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുകയില്ല, നിങ്ങളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ പേര് ജോർജ് മാത്യു, ഇത് എൻ്റെ ഭാര്യ അലീസ പി മാത്യു. എനിക്ക് 50 വയസ്സായി, എൻ്റെ ഭാര്യയ്ക്ക് 43 വയസ്സായി. ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ വളരെ പ്രയാസത്തിലായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി, എന്നിട്ടൊന്നും കുട്ടികളൊന്നും ഉണ്ടായില്ല. അവസാനം ഞാനിവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായി ഞങ്ങൾ തിരുവല്ലയിലെ വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകില്ല, നിങ്ങളൊരു കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെയും പോയി വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടു. അവർ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുകയില്ല, നിങ്ങളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസമായി. അതിനിടയിലാണ് ഞങ്ങൾ യൂട്യൂബിലൂടെ കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റുന്നതും വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നതും. എൻ്റെ വൈഫിന് ഒരു സിസ്റ്റ് ഉണ്ടായിട്ട് അതൊരു ട്യൂബ് എടുത്ത് മാറ്റിയതായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമായിരുന്നു. അതുകൂടാതെ എപ്പലസിയുടെ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ പറഞ്ഞു നിങ്ങൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വളരെ സങ്കടത്തിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ വൈഫ് പ്രഗ്നൻ്റായി. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ അത് മിസ്കാരേജ് ആയിപ്പോയി. പിന്നെ ഞങ്ങൾ വളരെ സങ്കടത്തിലായി. പിന്നെ കഴിഞ്ഞ വർഷം 23-ാം തീയതി ഞങ്ങൾ നേരിട്ട് ഇവിടെ എത്തി, നേരിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയെ ഞങ്ങൾ കാണിച്ചു. എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 21-ാം തീയതി മാതാവ് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് സഹായിച്ചു. വളരെ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതിൻ്റെ സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഉടമ്പടി തൈലം ഞങ്ങൾ സ്ഥിരമായിട്ട് വൈഫിൻ്റെ വയറ്റത്തും എല്ലാം തേക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം വൈദ്യശാസ്ത്രവും മികച്ചരായ ഡോക്ടർമാരും എല്ലാം പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചത്. അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണം എന്ന് പോലും ഞങ്ങൾക്കറിയാൻ പറ്റാത്ത ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. വിസ ലഭിച്ചു. അതുകൂടാതെ ഇതിൻ്റെ ഇടയിലും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല, മാതാവ് ആ സമയത്ത് പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് തന്ന്. എൻ്റെ പേര് നിയ, ഇതെൻ്റെ ചേച്ചി ദിയ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കടവന്ത്രയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 17, 2024 ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ വിദേശത്ത് ഞാൻ ന്യൂസിലാൻഡിൽ ഉപരിപഠനത്തിനായി വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു വിസയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി. ഒരു ഇമിഗ്രേഷൻ കോളിൽ അവർ സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ വിസ റിജക്റ്റായി. അങ്ങനെ അത് എന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ തോൽവിയായതിനാൽ അത് എന്നെ മാനസികമായി ഒരുപാട് തളർത്തി. അതുകൂടാതെ തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടം എനിക്കുണ്ടായി. ജൂലൈയിൽ പോകാമെന്ന് കരുതി ഞാൻ എഡ്യൂക്കേഷൻ ലോൺ വഴിയാണ് ട്യൂഷൻ ഫീസ് അടച്ചത്. അതായത് 24 ലക്ഷം രൂപ വരും. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് മാസം 26,000 രൂപ വെച്ച് വരുമായിരുന്നു. പക്ഷേ ജൂലൈയിൽ വിസ റിജക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരിയിലാണ്. അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള സാമ്പത്തികം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് മാനസികമായി തളർന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തി പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഓഗസ്റ്റ് 17-ാം തീയതി ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഇതേപോലെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബാങ്ക് മാനേജറിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഉള്ള ലോൺ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ലോൺ ആരംഭിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ട്യൂഷൻ ഫീ നമുക്ക് തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം. അപ്പോൾ അതിന് ഒരു സമയം പറഞ്ഞിരുന്നത് 30 ദിവസമാണ്. എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആ ട്യൂഷൻ ഫീസ് ക്രെഡിറ്റായി വന്നു. പിന്നീടുള്ളത് ഇത്തിരി പ്രയാസങ്ങളും പ്രലോഭനങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം പിന്നീട് ബാങ്ക് മാനേജർ മാറിപ്പോയി. പിന്നീട് വന്ന ബാങ്ക് മാനേജർ ഇത്തിരി ടഫ് പേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ വന്നാൽ നാളെ ചെയ്യാം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ബാങ്കിൽ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിട്ടും പിന്നെ ഉപ്പ് ബാങ്കിൽ വിതറി.
പിന്നെ ഉള്ള ദിവസം ഞാൻ പോയപ്പോൾ ബാങ്ക് മാനേജർ ഇത്തിരി സോഫ്റ്റ് ആവുകയും എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ഒരിത്തിരി സോഫ്റ്റായ പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൂടാതെ പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അതുവരെ എഡ്യൂക്കേഷൻ ലോണിൽ പ്രോസസ്സിംഗ് ഫീ ഉണ്ടായിരുന്നില്ല. ഇനി തൊട്ട് അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് 11,000 രൂപ പ്രോസസ്സിംഗ് ചാർജ് തന്നെ വരും. കൂടാതെ ന്യൂസിലാൻഡിലെ വിസ ഫീസ് ഇരട്ടിയായി വർദ്ധിച്ചു. 22,000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 44,000 വർദ്ധിച്ചു. ഈ ഒരു വിഷമങ്ങളും ടെൻഷനുകളും മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഡെയിലിയുള്ള ബൈബിൾ വായനയും ആഴ്ചയിൽ ഒരിക്കലുള്ള അച്ഛൻ്റെ ധ്യാനവും എനിക്ക് ഒരുപാട് ആശ്വാസം നൽകിയിരുന്നു. എല്ലാം ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. മാതാവിൻ്റെ ഹിതം എന്താ അതേപോലെ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒക്ടോബറിൽ പുതിയ ലോൺ സ്റ്റാർട്ട് ചെയ്തു. നവംബർ 2-ാം തീയതി ഞാൻ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. സാധാരണ വിസ പ്രോസസ്സിംഗ് ടൈം 30 ദിവസമാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 1.5 ആഴ്ച കൊണ്ട് എനിക്ക് AIP കിട്ടി. AIP എന്ന് പറഞ്ഞാൽ 90% ഓക്കെയാണ്. വിസ ട്യൂഷൻ ഫീസും കൂടെ അടച്ചാൽ വിസ നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെ ആ AIP കിട്ടിയ ദിവസം എൻ്റെ ഉടമ്പടിയുടെ 90-ാം ദിവസമായിരുന്നു. ഈ AIP കിട്ടിയെന്നറിഞ്ഞ് ഉടനെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇറ്റ്സ് എ മിറാക്കിൾ ഫ്രോം എ ഗോഡ്. കാരണം 60% റിജക്ഷൻ നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ലാത്ത കാര്യം. കാരണം കഴിഞ്ഞ തവണ വിസ എനിക്ക് റിജക്റ്റ് ആവാൻ കാരണം ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് വിസ ലഭിച്ചു. അതുകൂടാതെ ഇതിൻ്റെ ഇടയിലും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല, മാതാവ് ആ സമയത്ത് പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് തന്ന് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. കാരണം ഈ ഒരാഴ്ച ഞാൻ എന്ത് ദുഃഖത്തിലാണോ ഇരിക്കുക, അടുത്ത ആഴ്ച ആ കാര്യം സോൾവ് ആയിട്ടുണ്ടാവും. എങ്ങനെയാണെന്നറിയില്ല. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. പിന്നീട് ഞാൻ വെച്ച നിയോഗം എല്ലാം എൻ്റെ ചേച്ചീനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ നിയോഗങ്ങളെപ്പറ്റി ചേച്ചി പറയും. ഈശോയ്ക്കും മാതാവിനും എൻ്റെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദിയ. ഞാൻ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCOM ഫുൾ പാസ്സാവണമെന്നായിരുന്നു. ഞാൻ 2019 അഡ്മിഷൻ സ്റ്റുഡൻ്റാണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞത് 2021. ഞാൻ എക്സാം എഴുതിയിട്ട് 2-3 സബ്ജക്ട്സിലൊക്കെ ഫെയിലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എക്സാം എഴുതിയത് ഫെയിലായ സബ്ജക്ട്സൊക്കെ ഞാൻ റീവാലുവേഷന് കൊടുത്തായിരുന്നു. റീവാലുവേഷന് കൊടുത്തിട്ട് എനിക്കൊരു നോ ചേഞ്ച് എന്ന് പറഞ്ഞാണ് കാണിച്ചിരുന്നത്. മാർക്കൊന്നും കൂടി കിട്ടിയിട്ടുണ്ടായില്ല. ഉടമ്പടിക്ക് ശേഷം എനിക്ക് 2 സബ്ജക്ട്സ് ഞാൻ നോക്കിയപ്പോൾ പാസ്സായ റിസൾട്ടാണ് കാണിച്ചത്. അത് നവംബർ 26-ാം തീയതി ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റ് OB എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റ് എനിക്ക് 30 മാർക്കായിരുന്നു. അത് 4th ചാൻസിലാണ് ഞാൻ ആ എക്സാം എഴുതിയത്. 4th ചാൻസ് എഴുതിയതിൽ എനിക്ക് ആ ഒരു സബ്ജക്റ്റ് 30 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പാസ് മാർക്ക് നമുക്ക് 60 മാർക്കാണ് വേണ്ടത്. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് റീവാലുവേഷനിൽ 75 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ആ ഒരാഴ്ചയിൽ തന്നെ നവംബർ 29-ാം തീയതി എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നു, QT എന്ന് പറഞ്ഞിട്ട്. ആ സബ്ജക്റ്റ് എനിക്ക് വളരെ എഴുതിയപ്പോൾ നല്ല ടഫായിരുന്നു. എനിക്ക് ആ സമയത്ത് എഴുതിയപ്പോൾ നല്ല എഴുതിയപ്പോൾ ഇത്തിരി എനിക്കറിയില്ല, പഠിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എനിക്ക് ആ സമയത്ത് എങ്ങനെ കിട്ടിയില്ല എങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഫെയിലാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഞാൻ ആ സമയത്ത് മാതാവ് തന്നെ ഇടപെട്ടിട്ട് ആ ഒരു മാർക്ക് എനിക്ക് B+ മാർക്ക് എനിക്ക് തന്നു മാതാവ്. അങ്ങനെ ഈ വർഷം 2024 തന്നെ ഞാൻ MCOM ഫുൾ പാസ്സായി. അതേപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിവാഹമായിരുന്നു. എനിക്ക് കുറേ ആലോചനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 15ാമത്തെ ആലോചനയായിരുന്നു ഇത്. ഉടമ്പടി എടുത്ത്
എടുത്ത 2 ആഴ്ചയായപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു വിവാഹാലോചന എനിക്ക് കിട്ടി. സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നത്. സെപ്റ്റംബർ 8-ാം തീയതി, അതായത് മാതാവിൻ്റെ ജനന തീയതിയുടെ അന്ന് തന്നെ എൻ്റെ വിവാഹം ഉറപ്പിച്ചു. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഹോട്ടൽ ബിസിനസ്സാണ്, അധികം വരുമാനമൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമെങ്കിലും കണ്ടെത്തി തരണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കല്യാണത്തിന് അടുക്കണ ആ സമയമായപ്പോൾ തന്നെ മാതാവ് ഞങ്ങൾക്ക് പണം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാനും അനിയത്തിയും കൂടെ ഒരുമിച്ച് പോയി ഞങ്ങൾ വീട്ടിൽ തന്നെ ചോറ് പൊതിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ, അതായത് ചികിത്സയിലായിരിക്കുന്നവർക്ക് ചികിത്സയിലായിരിക്കുന്നവർക്കെല്ലാവർക്കും ഞാൻ പൈസ സഹായമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ പോകുന്നത്, എൻ്റെ വിസ എല്ലാം ഓക്കെ. ഞാൻ ജനുവരി 4-ാം തീയതി ന്യൂസിലാൻഡിലേക്ക് പോകും. പിന്നെ ഈ കാരുണ്യ പ്രവർത്തികൾ പറയുമ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ചാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്നിച്ച് രോഗികളെ സന്ദർശിക്കുകയും പൊതിച്ചോറ് വിതരണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പത്രം ഞാൻ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടൻ, ഒരു 50 വയസ്സ് കാണും, ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, ഈ പത്രം വിട്ടിട്ടും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കിട്ടിയെന്നോ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. കാരണം അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, എനിക്കും ഈ പ്രായത്തിലൊരു മോളുണ്ട്, ആ മോൾ ഇങ്ങനെയൊന്നും മാതാവിനെ പറ്റിയും ദൈവത്തെ പറ്റിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഇന്നത്തെ യൂത്തിനെ ഓർത്ത് അഭിമാനം തോന്നുന്നു. പിന്നെ ഒരു ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ ഒരു 26 വയസ്സുള്ള ഒരു ചേട്ടൻ, ആ ചേട്ടൻ ആക്സിഡൻ്റായിട്ട് കിടക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉപ്പും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ആ ചേട്ടൻ ചോദിച്ച്, എൻ്റെ അമ്മ കൃപാസനത്തിൽ പോകാറുണ്ട്, ആ കൃപാസനത്തിൽ പോയതിൻ്റെയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടത്, ആ കൃപാസനത്തിൽ പോയതുകൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളൂ. അങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു, കൃപാസനത്തിൽ ഉപ്പുണ്ടോ, തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉപ്പ് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, കഴിയുമെങ്കിൽ അടുത്ത പ്രാവശ്യം അമ്മയുടെ കൂടെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ മനസ്സ് മാറിയ പോലെ തന്നെ അടുത്ത തവണ ഞാൻ അമ്മയുടെ കൂടെ എന്തായാലും കൃപാസനത്തിൽ പോകും, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അവിടെ എന്തോ ഒരു ശക്തി ഉള്ളത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡെയിലി ഉള്ള ബൈബിൾ വായന, അത് എനിക്ക് വിസ റിജക്റ്റ് ആയതിനു ശേഷം ഒരുപാട് മനസ്സിന് ഭയങ്കര തളർന്നിരിക്കും. ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോ പോലെ കാണുമായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ വായനയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പല തവണയും കരഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുറക്കുന്നത്. എന്നാൽ ബൈബിൾ വായിച്ച് തീർന്നു കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും വചനം എനിക്ക് കിട്ടും. ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അപ്പോൾ തന്നെ മറക്കും. പിന്നെ ഞങ്ങൾ കഴിയുന്ന പോലെയൊക്കെ എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുകയും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. എല്ലാ കുടുംബ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർന്നു. കാരണം ജീവിതത്തിലൊരു ക്രമം വന്ന പോലെ, ഒരു ടൈം ടേബിൾ വന്ന പോലെ. കാരണം രാവിലെ എണീറ്റിട്ട് ഡെയിലി ബ്രെഡ് അത് ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരുന്ന 2-ാം ആഴ്ചയാണ് എനിക്ക് AIP വരുന്നത്.